2000 ജൂലൈ 30, സമയം രാത്രി 9:30. തമിഴ്നാട്ടിലെ ഗജനൂരിലുള്ള തൻ്റെ കൃഷിത്തോട്ടത്തിലെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു കന്നഡ സിനിമയുടെ പരമാധികാരിയും കോടിക്കണക്കിന് ആരാധകരുടെ അണ്ണാപ്രഭുവുമായ ഡോക്ടർ രാജ്കുമാർ. പെട്ടെന്ന് അവിടേക്ക് കാടിൻ്റെ ഇരുട്ടിൽ നിന്നും ആ 8 സംഘം ആയുധങ്ങളുമായി ഇരച്ചുകയാണ്. അവരുടെ നേതാവിൻ്റെ മുഖത്ത് പ്രശസ്തമായ ഒരു മീശയുണ്ടായിരുന്നു. മൂർത്ത കണ്ണുകളുള്ള ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, സത്യമംഗലം കാടുകളുടെ അധിപൻ, കൊടും കൊള്ളക്കാരനായ വീരപ്പൻ. ഭാരത നയതന്ത്ര ചരിത്രത്തെ മാറ്റിമറിച്ച 108 ദിവസത്തെ തടവറവാസത്തിന് അവിടെ തുടക്കമാവുകയും വീരപ്പൻ എന്ന മെലിഞ്ഞ ആരോഗ്യ ദൃഢഗാത്രനെയും അയാളുടെ കൊമ്പൻ മീശയും പരിചയമില്ലാത്തവർ ചുരുക്കമായി. കൂസ് മുനിസാമി വീരപ്പൻ തമിഴ്നാട്ടിലെ ഗോപിനാഥം ഗ്രാമത്തിൽ ജനിച്ച് കേവലം 10ാം വയസ്സിൽ ആദ്യത്തെ ആനയെ വെട്ടിവെച്ചിട്ട വേട്ടക്കാരൻ. കാടിന്റെ ഓരോ മൺതരിയും മരച്ചില്ലയും അവന് സ്വന്തം കൈവെള്ള പോലെ പരിചിതം. 1970-80 കാലഘട്ടമായപ്പോഴേക്കും സത്യമംഗലം കാടുകളിലെ ചന്ദനക്കടത്തിന്റെയും ആനക്കൊമ്പ് വേട്ടയുടെയും കുത്തക തന്നെ വീരപ്പൻ ഏറ്റെടുത്തു. 1000-ലധികം ആനകളെ കൊന്നൊടുക്കിയും കോടിക്കണക്കിന് രൂപയുടെ ചന്ദനം കടത്തിയ വേട്ടക്കാരനായ രാജ്യത്തെ വിറപ്പിക്കുന്ന തലത്തിലേക്ക് അയാൾ വളർന്നു. എന്നാൽ വീരപ്പൻ വെറുമൊരു വേട്ടക്കാരൻ മാത്രമായിരുന്നില്ല. തനിക്ക് തടസ്സമായി നിന്ന വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരാളുകൂടി. പ്രശസ്ത പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണനെയും ശ്രീനിവാസനെയും ചതിയിലൂടെ കൊലപ്പെടുത്തുകയും 100-ലധികം പേരുടെ ജീവനെടുക്കുകയും ചെയ്ത തമിഴ്നാട് കർണാടക സർക്കാരുമായി നിയുക്തമായി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് പോലും വർഷങ്ങളോളം അയാളെ തൊടാൻ കഴിഞ്ഞില്ല. നിയമത്തിന് മുന്നിൽ പിടികിട്ടാപ്പുള്ളി ആയിരുന്നുവെങ്കിൽ കാട്ടിലെ ആദിവാസികൾക്ക് അയാൾ ഒരു റോബിൻ ഹുഡായി. വീരപ്പൻ തന്റെ അക്രമതന്ത്രങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. കേവലം പണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് തനിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുവാനും തമിഴ് ദേശീയത ഉയർത്തിപ്പിടിക്കുവാനുമായിരുന്നു അയാൾ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് അയാൾ ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയി. അതോടെ 2 സംസ്ഥാനങ്ങൾ യുദ്ധത്തിന്റെ വക്കിലെത്തി. ബാംഗ്ലൂര് കത്താൻ തുടങ്ങി. എന്നാൽ കാട്ടിൽ നിന്നും വീരപ്പൻ അയച്ച ഓഡിയോ കാസറ്റിലെ നിബന്ധനകൾക്ക് മുന്നിൽ 2 സർക്കാരുകൾക്കും തലകുനിക്കേണ്ടി വന്നതോടെ നക്കീരൻ ഗോപാൽ എന്ന മാധ്യമ പ്രവർത്തകൻ മധ്യവർത്തിയായി കാട്ടിലേക്ക് പോവുകയും നീണ്ട 108 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ രഹസ്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ രാജ്കുമാർ മോചിതൻ. അതായിരുന്നു വീരപ്പന്റെ അവസാനത്തെ വലിയ തന്ത്രം. ഒടുവിൽ 2004 ഒക്ടോബർ 18 തമിഴ്നാട്ടിലെ STF തലവൻ K. വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ കൊക്കൂൺ എന്ന തന്ത്രപരമായ കെണിയിൽ വീരപ്പൻ വീഴുകയായിരുന്നു. ചതിപ്രയോഗത്തിലൂടെ ചികിത്സയ്ക്കായി കാട്ടിന് പുറത്തിറക്കിയ കാട്ടുരാജാവിനെ ധർമ്മപുരിക്ക് സമീപം STF കമാൻഡോകൾ വെട്ടിവെച്ചു. അങ്ങനെ 3 പതിറ്റാണ്ടുകൾ ചന്ദനക്കാടുകളാണ് ആ കൊള്ളക്കാരന്റെ ഭീകര ഭരണത്തിന് അവിടെ അന്ത്യം. 2000 ജൂലൈ 30 ആ തട്ടിക്കൊണ്ടുപോകൽ വീരപ്പൻ എന്ന കൊള്ളക്കാരന്റെ അധികാരത്തിന്റെ അത്യുന്നതയിലായി. എന്നാൽ അവന്റെ പതനത്തിന്റെ തുടക്കവും അതുതന്നെയായിരുന്നു. ചന്ദനമരങ്ങളുടെ സുഗന്ധവും ചോരയുടെ മണവും കലർന്ന സത്യമംഗലം കാടുകളിൽ വീരപ്പൻ എന്ന പേര് ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാടലിന്റെയും ഭരണകൂടങ്ങളെ വിറപ്പിച്ച തട്ടിക്കൊണ്ടുപോകലിന്റെയും കഥയായി ഈ സംഭവങ്ങൾ ഇന്നും ചരിത്രത്തിൽ അവശേഷിക്കുകയാണ്.